എല്ലാവരും സന്തോഷിക്കാനല്ലേ ഈ പരിപാടി കാണാൻ വന്നത്. എങ്കിൽ കൈയടിക്കുവിൻ. കൈയടിച്ചാൽ നിങ്ങളുടെ സൗന്ദര്യം കൂടുന്നതാണ്. 10 മണി ആയടേ. 10 മണി ആയതുകൊണ്ടാണോ ഈ ക്ഷീണം? ഓക്കെ. അപ്പോ ബിഗ് ബോസിൽ 2 വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വന്നത് നമ്മുടെ പിണറായി സാറും മോദിജിയാ. പക്ഷെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ചേട്ടൻ അറിയോ? ഈ റീൽസിലൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? രേണു സുധീനെ അറിയാലോ? പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഫസ്റ്റ് അനീഷ് നടന്നു വന്നെ ചിരിച്ചോണ്ട് വന്നത് ഇങ്ങനെയാ. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളുടെ തൊട്ടടുത്തുള്ള ജില്ലയായിട്ടുള്ള നമ്മുടെ കൊല്ലത്ത് അഞ്ചലില് ഏരൂരിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ രേണുസുതിയോട് പറഞ്ഞ ഡയലോഗ് ഒന്ന് ഈ ജനക്കൂട്ടം മൊത്തം ഒന്ന് ഉറക്കെ പറയാമോ? ഈ ജനക്കൂട്ടം ഞാൻ രേണുസുതിയോട് പറഞ്ഞ ആ ഡയലോഗ് ഉറക്കെ ഒന്ന് പറയാമോ? കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഇതെന്റെ സ്ട്രാറ്റജി ആയിരുന്നു, എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ജാൻമണി ഇവിടെ വന്നിട്ടുണ്ട്. ജാൻമണിയെ വളരെ സന്തോഷത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എന്താ ജാൻമണി ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? ഈ പാട്ടിൽ നിന്ന് പോരാ. എന്തായാലും ഈ ജാൻമണിയുടെ പാട്ട് കാരണം എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനീഷിനും എല്ലാവർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പൊ ബിഗ് ബോസ് ഇവിടെ അവസാനിക്കുന്ന. അടുത്ത സീസണിൽ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് നിങ്ങൾ കണ്ട് ഇനി ഒരു അടുത്ത ആളാണ് വരാൻ പോകുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആരാണ്? എന്നാണ്ട് ചേട്ടൻ പറയാം. വിനീതേട്ടനാണോ? വിനീതേട്ടനല്ലേ? വിനീത് ശ്രീനിവാസനല്ലേ എന്നെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നിയോന്നെ അല്ലേ? ആണ് വിനീത് ശ്രീനിവാസൻ തന്നെയാണ്. അപ്പൊ വിനീത് ശ്രീനിവാസൻ ഇതുപോലെ സംസാരിക്കാറില്ല. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിനയം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് വീഴും. വിനീത് ശ്രീനിവാസൻ വന്നിരിക്കുന്നു. വിനീത് ശ്രീനിവാസൻ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഹായ്. എനിക്കറിയായിരുന്നു എൻ്റെ ആരാധകർ മാത്രമുള്ളൂ ഇവിടെ എന്ന്. എന്തൊക്കെയുണ്ട്? സുഖാണോ? എത്ര നാളായി നിങ്ങൾ എല്ലാവരും കണ്ടിട്ട്. നിങ്ങൾ ബിരിയാണി കഴിച്ചതോ? ബിരിയാണി കിട്ടിയോ നിനക്ക്? അല്ല, എനിക്കിവിടെ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. ബിരിയാണി നിനക്ക് തന്നില്ല ഇപ്പൊ? അതെന്ത് പരിപാടിയാണ്? എനിക്ക് ബിരിയാണി കിട്ടാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ? എനിക്ക് ബിരിയാണി ഇവിടെ ഉണ്ടോ മോനെ? ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് കയറി പ്ലീസ്. ചേട്ടാ ഞാൻ പാട്ട് പാടാം. ചേട്ടന് വേണ്ടി പാട്ട് പാടാം. ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരും. ഞാൻ ചേട്ടന് കാലിൽ പിടിക്കാം. ചേട്ടാ പ്ലീസ്. ചേട്ടാ ഒന്ന് കൈയടിക്കുവാണെങ്കിൽ ആ ചേട്ടൻ കയറി വരും. പ്ലീസ് ചേട്ടാ ഒന്ന് കയറി വരട്ടെ. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ചേട്ടാ. പ്ലീസ് ചേട്ടാ. ഇതെന്താ ചേട്ടാ ആരും വരുന്നില്ല? ആരാ വരുന്നേ? ചേട്ടാ പ്ലീസ് ചേട്ടാ ഒരു തവണ പ്ലീസ്. ഞാൻ ഇത്രയും കീണ് അപേക്ഷിക്കുകയല്ലേ ഞാൻ വരുന്നത്. ഞാൻ ചേട്ടനെ കൈ പിടിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ. ആരാ വരുന്നേ? ചേട്ടൻ നിന്നാ മതി. ഓക്കെ. നമ്മുടെ സ്വന്തം ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും ചങ്ക് വിരിച്ച് നെഞ്ച് വിരിച്ച് ലാലേട്ടനല്ല ചേട്ടൻ വരുന്നേ. ഷൈജു ചേട്ടനാണ് നെഞ്ച് വിരിച്ച് വന്നിരിക്കുന്നത്. എന്താ അലമ്പാക്കാൻ ഒരു പരിപാടിയില്ല. ചേട്ടൻ ഇങ്ങോട്ട് കയറി കയറിക്കോ.
ഒന്നാമത് ഞാൻ നാണക്കാരനാ. ഒന്നാമത് അദ്ദേഹം ഭയങ്കര നാണക്കാരനാണ്. ചേട്ടനെ പഴയ കാലമൊക്കെ ഓർമ്മ വരാറുണ്ടോ? പഴയ പ്രണയ കാലമൊക്കെ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രണയമായിരുന്നല്ലോ. 98 മുതൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു വ്യക്തിയാണല്ലേ. സത്യം പറഞ്ഞ ഒരുപാട് സത്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിലെ ലാലേട്ടന്റെ ജീവിതത്തിൽ എത്ര പെൺകുട്ടികൾ കടന്നു പോയെന്ന് കണക്കില്ല എന്ന് പറയുന്നത് അതുപോലെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ചേട്ടനെ ഒന്നും ചെയ്യേണ്ടത് ഒരു ഒറ്റ ഡയലോഗ്. ചേട്ടന്റെ വൈഫിന്റെ പേരെന്താ? രാഖി. രാഖി ഇവിടെ കാണും. ഓക്കെ ഓക്കെ. അപ്പൊ രാഖി ചേച്ചിയോട് ചേട്ടൻ, രാഖി ചേച്ചി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ രാഖി ചേച്ചിയോട് ചേട്ടൻ പറയാ, രാഖി രാഖി. അല്ല, ഇങ്ങനെ പറഞ്ഞാൽ രാഖി ചേച്ചി ഓടിപ്പോവും. ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് പറ. റൊമാൻറ്റിക് ആയിട്ട് രാഖി. രാഖി. എന്റെ മോനെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ മഹേഷ് കുഞ്ഞിന് വേണ്ടിയിട്ട്. ഓക്കെ. മോന്റെ പേരെന്താ? ഇത്രയും നേരം നീ എവിടെയായിരുന്നോ? മോൻ അങ്ങോട്ട് സൈഡിൽ മാറിക്ക്. ഇതിപ്പോ ഷൈജു ചേട്ടന്റെ ടൈമാണ്. ഓക്കെ. രാഖി. രാഖി. നീ മുടി കെട്ടിയിടാണ്ട്. നീ മുടി കെട്ടിയായിരുന്നോ? സത്യം പറഞ്ഞ ഷൈൻ ഡോജാക്കെ മിനി ശ്രീനിവാസന് വേണ്ടി വരേണ്ടത് അല്ലേ? അല്ലേ? ഇനി നന്നായിട്ട് മാറട്ടെ വീണ്. ഈ എപ്പിസോഡ് തീർക്കണ്ടേ എനിക്ക്? ഓക്കെ ഓക്കെ. ഷൈജോടാ ചെറിയൊരു ബ്രേക്ക് വന്നു, അത് ക്ഷമിക്കാലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയാം പോലെ പോലെ. രാഖി. രാഖി. നീ മുടി കെട്ടിയിടാണ്ട്. നീ മുടി കെട്ടിയാണ്. നീ മുടി കെട്ടിയിടാണ്ട്. ഇങ്ങനെയല്ല, നീ മുടി കെട്ടിയിടാണ്ട്. നീ മുടി കെട്ടിയാങ്കിൽ അഴിച്ചിട്ട് നോക്ക്. എങ്ങനെ? അഴിച്ചിട്ട് നോക്കാൻ. അഴിച്ചിട്ട് നോക്കാൻ. നീ മുടി കെട്ടിയിട്ട് അടിപൊളിയാ. നീ മുടി കെട്ടിയിട്ട് അടിപൊളിയാ. എന്തായാലും ഈ പ്രപ്പോസല് രാഖി ചേച്ചി വീഴും എന്നുള്ള കാര്യത്തില് 100% ഉറപ്പാ. നമ്മൾ ഇവിടെ അങ്ങനെ ഇരിപ്പോട്ടെ, കൈവെക്കാൻ പറ. ഓക്കെ ഓക്കെ. എന്തായാലും ഷൈചേട്ടൻ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഷൈചേട്ടന് വേണ്ടി, ഷൈചേട്ടന്റെ പ്രണയങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. ഇപ്പൊ എനിക്ക് നല്ല ചിരികളൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് നല്ലൊരു കയ്യടികൾ വേണം ഈ പാട്ട് മുഴുവനും. ഓക്കെ, എല്ലാവരും കൈയടിച്ചുകൊണ്ടേ ഇരിക്കണം പ്ലീസ്. വിനീത് ശ്രീനിവാസൻ പ്ലീസ്. ചേട്ടാ വീഡിയോ എടുക്കുന്നത് ചേട്ടാ. എല്ലാരും വാ. ഒത്തൊരുമിച്ചൊരു ഗാനം പാടാൻ മൊത്തം പേർക്കും കൊതിയായി. പുസ്തകമങ്ങനെ തിന്നുമടുത്ത് മസ്തിഷ്കത്തിൽ ചെതലായി. മൊത്തം പേർക്കും ഭ്രാന്തായി. മോന്റെ പേരെന്താ? സാറേ 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 ഗാന. എവിടെ കയ്യടെ ഇവിടെ?